ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മിനിസ് ട്യൂട്ടോറിയൽസ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇൻകം ഫ്രം സാലറിയിലെ ഗ്രാറ്റുവിറ്റിയാണ്. ഗ്രാറ്റുവിറ്റി ഈസ് പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എൻ എംപ്ലോയി വിച്ച് എവർ ഈസ് എർലിയർ. Therefore, it is commonly denoted as death cum retirement gratuity. It is paid in consideration of past service. Then എങ്ങനെയാണ് എക്സംപ്റ്റഡ് എമൗണ്ട്, എംപ്ലോയീസിൻ്റെ എക്സംപ്റ്റഡ് എമൗണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫോർ ദാറ്റ് പർപ്പസ് എംപ്ലോയീസ് ആർ ഡിവൈഡഡ് ഇൻ ടു 3 ഗവൺമെൻറ് എംപ്ലോയീസ്, then second one is employees covered by the payment of Gratuity Act 1972. Then third, other employees അല്ലെങ്കിൽ employees not covered by the payment of Gratuity Act 1972 അങ്ങനെയും പറയാം. other employees or employees not covered by the payment of Gratuity Act. ഇനി ഗവൺമെൻറ് എംപ്ലോയീസിന് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ഈസ് കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. It is exempted from tax. Then employees covered by the payment of Gratuity Act 1972, അതിൽ എക്സംഷൻ എമൗണ്ട് കണ്ടുപിടിക്കുന്നതിന് 3 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് 15 days സാലറി or 15 days salary for each completed year of service or part thereof in excess of 6 months. 15 days salary means last drawn salary. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ലാസ്റ്റ് ഡ്രോൺ സാലറി ഡിവൈഡഡ് ബൈ 26. അപ്പോൾ 1 monthൽ 26 വർക്കിംഗ് ഡേയ്സ് ആണ് എന്നുള്ള അസംഷനിൽ 26 × 15. ഇനി ഇവിടെ സാലറി എന്ന് പറയുമ്പോൾ സാലറി ഇൻക്ലൂഡ്സ് ഡിയർനെസ് അലവൻസ്. അപ്പോൾ സാലറി മീൻസ് salary includes DA. Then second one is second point 20 lakhs statutory limit ആയ 20 lakhs. Then third point gratuity actually received. 15 days salary for each completed year of service or part thereof in excess of 6 months. 6 months കഴിഞ്ഞാൽ നമുക്ക് ആ ഇയർ അല്ലെങ്കിൽ ആ മന്ത് 1 ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ദെൻ 15 days salary. സാലറി എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡ്രോൺ സാലറി ഡിവൈഡഡ് ബൈ 26 × 15. ദെൻ സാലറി ഇൻക്ലൂഡ്സ് DA. ദെൻ സെക്കൻഡ് വൺ ഈസ് 20 lakhs. ദെൻ ഗ്രാറ്റുവിറ്റി ആക്ച്വലി റിസീവ്ഡ്. ഇതിൽ ഏതാണോ ലീസ്റ്റ് അതാണ് എക്സംപ്റ്റഡ് ആയിട്ട് വരുന്ന എമൗണ്ട്. ഇനി അതർ എംപ്ലോയീസിന് ഹാഫ് മന്ത് സാലറി ഇവിടെ സാലറിയിൽ ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് DA. ദെൻ രണ്ടാമത്തെ പോയിന്റ് 20 lakhs, that is the statutory limit. Then third point gratuity actually received.
അപ്പോൾ ഗ്രാറ്റുവിറ്റി കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് എംപ്ലോയീസിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഗവൺമെൻറ് എംപ്ലോയീസ് കവേർഡ് ബൈ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. ദെൻ അതർ എംപ്ലോയീസ്. ഗവൺമെൻറ് എംപ്ലോയീസിന് ഗ്രാറ്റുവിറ്റി ഈസ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ദെൻ എംപ്ലോയീസ് കവേർഡ് ബൈ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 3 കണ്ടീഷൻസ് ആണുള്ളത്. 15 days salary, then 20 lakhs, then gratuity actually received. Then other employees or employees not covered by the payment of gratuity actually half month salary, then 20 lakhs, then gratuity actually received. നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് പോകാം. ഇങ്ങനെയാണ് ഗ്രാറ്റുവിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നത്. Question: After servicing for 33 years and 9 months in Bharat Chemicals Limited, Mr. A, who is covered under the Payment of Gratuity Act, retires from service on 30th November 2023. The employer pays him a gratuity of Rs 9 lakhs. His monthly basic salary at the time of retirement was Rs 30,000. DA Rs 9,000 and HRA Rs 4,500. You are required to determine the amount of gratuity exempted. Exempted amount ഏതാണോ അതാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, എംപ്ലോയി മിസ്റ്റർ എ ഈസ് കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണ്. അപ്പോൾ വാട്ട് ആർ ദ കണ്ടീഷൻസ്? എക്സംപ്റ്റഡ് എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള കണ്ടീഷൻസ്. ഫസ്റ്റ് വൺ, 15 days salary. 15 days salary for every completed year of service and part thereof in excess of 6 months. അങ്ങനെ വരുമ്പോൾ ഇവിടെ എത്രയാണ് വരുന്നത്? ഇവിടെ 33 years and 9 months. 9 months means in excess of 6. അപ്പോൾ നമ്മൾ അതിനെ 1 year ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഹിയർ മീൻസ് 34 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഈസ് 34. ഇനി 15 days salary. Salary here means that is employee covered under the payment of gratuity act. Salary means salary includes DA. അപ്പോൾ salary means salary plus basic salary plus DA. That means 30,000 plus 9,000, we get 39,000. Then how you find a 15 days salary? അപ്പോൾ 39,000 എന്ന് പറയുന്നത് 26 ഡേയ്സിൻ്റെ സാലറി ആണ്. 39,000 ഡിവൈഡഡ് ബൈ 26 ഇൻറ്റു 15, we get 22,500. Then 34 ഇയേഴ്സിന് സാലറി എത്രയായിരിക്കും വരെ? ഇനി കണ്ടീഷൻസ് നമുക്ക് നോക്കാം. 15 days സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രയായിരിക്കും വരുന്നത്? 22,500 ഇൻറ്റു 34, വി ഗെറ്റ് 7,65,000. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനാണ് എക്സംപ്റ്റഡ് എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ഫസ്റ്റ് കണ്ടീഷൻ. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ്. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 20 lakhs. Then third one, gratuity actually received. Actually received here means 9 lakhs. ഈ 3 ഫിഗേഴ്സിലെ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ലീസ്റ്റ് ഈസ് എക്സംപ്റ്റ്. ലീസ്റ്റ് എക്സംപ്റ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതായിരിക്കും? 7,65,000 ഈസ് ദ ലീസ്റ്റ് എമൗണ്ട്. ഇനി ഇതാണ് എക്സംപ്റ്റഡ് ഗ്രാറ്റുവിറ്റി.
ഇനി എത്ര എമൗണ്ട് ആണ് സാലറി ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് ഈക്വൽ ടു, എങ്ങനെ കണ്ടുപിടിക്കും? ഗ്രാറ്റുവിറ്റി ആക്ച്വലി റിസീവ്ഡ് മൈനസ് exempted. That means actually received is 9 lakhs. 9 lakhs minus 7,65,000. That is equal to 1,35,000. ഈ എമൗണ്ട് ആണ് നമ്മൾ സാലറി ഇൻകത്തിൽ കൺസിഡർ ചെയ്യേണ്ടത്. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്തത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന ഓരോ സ്റ്റുഡൻസും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.